ശ്രീ മൻസൂർ കെ, അദ്ദേഹം അക്യുപഞ്ചർ ഫെഡറേഷൻ ഓഫ് കേരളയുടെ ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ മൻസൂർ കെ, ഈ പ്രസവത്തിന് അക്യുപഞ്ചറിൽ കൂടെ സുരക്ഷിതമായി പ്രസവിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് അവകാശവാദമുണ്ടോ? ആദ്യമായിട്ട് ഒരു തിരുത്ത്, അതായത് അക്യുപഞ്ചർ ജോയിന്റ് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറിയാണ്, AFK അല്ല. ഒന്നാമത്തത്. രണ്ടാമതായി, ഈ മരിച്ച സഹോദരിയുടെ മരണത്തിൽ അഗാധമായിട്ടുള്ള താങ്കൾ ഈ ഡോക്ടർ കെ മൻസൂർ, ഡോക്ടർ കെ മൻസൂർ MBBS MD എന്നൊരു വെബ്സൈറ്റിൽ കണ്ട ആള് താങ്കൾ തന്നെയാണോ? അല്ല, തീർച്ചയായും ഞങ്ങൾ ഡോക്ടറൊന്നും കൊടുക്കാറില്ല അക്യുപഞ്ചറിസ്റ്റുകൾ. അല്ല, ഓക്കെ, വിട്ടു. ഓക്കെ, ഈ സഹോദരിയുടെ മരണത്തിൽ അഗാധമായിട്ട് താങ്കൾ അക്യുപഞ്ചർ ചികിത്സ നടത്തുന്ന ആളാണോ? വിമർശവും രേഖപ്പെടുത്തട്ടെ. ഒന്നാമതായിട്ട്, കാരണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ തീർച്ചയായിട്ടും അക്യുപഞ്ചർ എന്നുള്ള സിസ്റ്റത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാണ്. കാരണം വെച്ചാല് ഈ പറയപ്പെടുന്ന ഒന്നും അക്യുപഞ്ചറിൽ ഇല്ല. അക്യുപഞ്ചർ എന്നുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിക്കുകയും ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അംഗീകാരത്തോടു കൂടി കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ കൂടി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അതിലൊരിക്കലും പ്രസവം എടുക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഒന്നാമതൊരു ഉടായ്പാണ് സാർ നിങ്ങൾ പറയുന്നത്. ഒന്നാമതൊരു ഉടായ്പാണ്. കേരളത്തിൽ ഒന്നാമതൊരു ഉടായ്പാണ്. കേരളത്തിൽ നിങ്ങൾ ഒരു നിയമ സംവിധാനം അനുസരിച്ചല്ല ചികിത്സിക്കുന്നത്. പോട്ടെ, വിട്ടു. ഞാനൊരു വീഡിയോ അങ്ങനെ കാണിക്കാം. താങ്കൾ പറയുന്നുണ്ടല്ലോ, എന്താണ് ഇത്തരത്തിൽ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെ പ്രസവത്തിന് അക്യുപഞ്ചർ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഒരൊറ്റ വീഡിയോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം വൈറലായ വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് പ്ലേ ആവോ? ഞാൻ ഇപ്പം അങ്ങനെ എത്താം. പ്ലേ ആവോ? ഒരു കാലത്ത് വീട്ടിലെ പ്രസവം എന്നത് അനായാസം നടന്ന ഒരു പ്രക്രിയയായിരുന്നു. കാലം പിന്നിട്ടപ്പോൾ അത് കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായി തീർന്നപ്പോൾ നമ്മുടെ അക്യുഷിന്റെ ചുണക്കുട്ടികൾ ധീരതയോടെ വീട്ടിലെ പ്രസവം എന്നത് നിസ്സാരമാണെന്ന് ഓരോ ജനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അക്യുഷിന്റെ ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കുന്ന ആ സുന്ദര നിമിഷത്തിന് നമ്മൾ ഏവരും സാക്ഷിയാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഷെർബീന മേഡത്തിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ 5 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. അവിടെ നുസ്രത് മേഡത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഷെർബീന മേഡം, തൃശ്ശൂർ. 6 ദിവസത്തെ കുട്ടിയാണ് ആ കയ്യിലുള്ളത്. ഇതൊരിക്കലും ഒരു ഹോം ബെർത്ത് പ്രൊമോഷനോ ഹോസ്പിറ്റൽ ബെർത്ത് പ്രൊമോഷനോ ഒന്നുമല്ല, മറിച്ച് തിരിച്ചറിവുള്ള ആളുകൾക്ക് അവർക്ക് സ്വസ്ഥമായി തീരുമാനമെടുക്കാനുള്ള പൗരന്റെ അവകാശമാണ്. ശരി, ശ്രീ മൻസൂർ കെ, ഇത് കോഴിക്കോട് നടന്ന പരിപാടിയാണെന്നാണ് എൻ്റെ ധാരണ. ആ പരിപാടിയിൽ ഈ പരിപാടി നടന്നാരെന്ന് പറയും അക്യുപഞ്ചർ അക്കാഡമി എന്ന് പറയുന്ന കോഴിക്കോട് വെച്ച് നടക്കുന്ന കുറേയധികം ഫോളോവേഴ്സ് ഉള്ള, അക്യുപഞ്ചർ പഠിപ്പിക്കുന്ന അവകാശപ്പെടുന്ന, അവരുടെ കോൺവൊക്കേഷന് കുറേയധികം ആളുകൾ വരുന്ന, വലിയ ആളുകളെ ഒന്ന് സ്റ്റേജിൽ പ്രസംഗിപ്പിക്കുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പരിപാടിയിലാണ് വീട്ടിൽ പ്രസവിച്ചവർ എന്തോ വലിയ ധീരോദാത്തമായ കൃത്യം നടത്തി എന്ന മട്ടിൽ സ്റ്റേജിൽ കയറ്റി ആദരിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ് ശ്രീ മൻസൂർ? ഇത് ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നത് മാത്രമാണ്. ഇതിനൊരിക്കലും ഒരു സിസ്റ്റത്തെ പറയരുത്. ഒരു സിസ്റ്റത്തിലെ, ഉദാഹരണത്തിന് അലോപ്പതിയിലെ ഒരു ഡോക്ടർ ഒരു മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരു മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തെയാണോ നമ്മൾ പറയുന്നത്? ഞങ്ങൾ പറയുന്നു അക്യുപഞ്ചർ ജോയിന്റ് കൗൺസിൽ കേരളത്തിൽ അംഗീകൃതമായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന അക്യുപഞ്ചറിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഞങ്ങളാണ് കേരളത്തിൽ ആദ്യമായിട്ട്. ആ കൗൺസിലിൽ ആരുടെ അംഗീകാരമുണ്ട്? എവിടെയുള്ള കൗൺസിൽ? അതായത് അക്യുപഞ്ചർ എവിടെയുള്ള കൗൺസിലാണ്? കേരളത്തിലുള്ള കൗൺസിലോ? കേരളത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന അക്യുപഞ്ചർ ജോയിന്റ് കൗൺസിലാണ്. കേരള ഗവൺമെന്റിനോട് ഈ പ്രോട്ടോകോൾസ് ആരാണ് ഉണ്ടാക്കേണ്ടത്? ഒരു വിഭാഗം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ഞങ്ങളാണ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്കൊരു കേരളത്തിലൊരു കൗൺസിൽ വേണം. ഇന്ന് ഇന്ത്യയിൽ 2 നിങ്ങൾ ഏതാണ്ട് കുറെ സൂചിയുമായിട്ട് ഇറങ്ങുക ശ്രീ മൻസൂർ. നിങ്ങൾ ഏതാണ്ട് കുറെ സൂചിയുമായിട്ട് ഇറങ്ങുക. നിങ്ങൾ എന്തോ കപ്പ് ചികിത്സ ഇറങ്ങുക. നിങ്ങൾ ആ സൂചി കുത്തിയ പ്രസവം വളരെ ഈസിയായിട്ട് നടക്കും നിങ്ങൾ പ്രചരിപ്പിക്കുക. എന്നിട്ട് ആളുകൾ ഇപ്പൊ എത്ര മരണമായി? നിങ്ങളുടെ ഈ ചികിത്സാ രീതി കൊണ്ട് എത്ര മരണമായി? നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അക്യുപഞ്ചർ എല്ലാം ഒരുപോലല്ല. ഞങ്ങൾ നടത്തുന്നത് വളരെ പരിശുദ്ധമായ അക്യുപഞ്ചറാണ്. ഈ ആളുകൾ മരിച്ചു പോയപ്പോൾ മോശമായ അക്യുപഞ്ചറാണ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? നിങ്ങളുടെ ചികിത്സാ രീതി കാരണം ഈ കേരളത്തിൽ മനുഷ്യന്മാർ മരിച്ചു കൂടുന്നു ശ്രീ മൻസൂർ. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ഒരു മരണം നടന്നപ്പോൾ ഞങ്ങളാണ് ആദ്യമായിട്ട് പത്രസമ്മേളനം നടത്തിയത്. അതിൽ നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരേ കണ്ണുകൊണ്ട് കാണരുത്. കാരണം ഇത് നോക്കേണ്ടതാണ്. ഇതിന്റെ പ്രോട്ടോകോൾ നിശ്ചയിക്കേണ്ടതും ഇതിനെ നിയന്ത്രിക്കേണ്ടതും ആരാണ്? ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിൽ ഞങ്ങളാണ് ആരോഗ്യമന്ത്രിക്ക് ഡയറക്റ്റ് ആയിട്ട് അപേക്ഷ കൊടുത്തത്, നിവേദനം കൊടുത്തത്. ഇങ്ങനെ ഒരു കൗൺസിൽ കേരളത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഒറ്റ മിനിറ്റ് മൻസൂർ, ഞാൻ എത്താം.